ഹലോ ചങ്ങായിമാരെ, അപ്പോൾ ദാ ഒരുപാട് കാത്തിരുന്നൊരു കല്യാണ വിശേഷത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിക്കുത്താട്ട. കല്യാണത്തിന് മുന്നോടിയായിട്ട് ആദ്യം നമ്മളെ ഫസ്റ്റ് പ്രോഗ്രാം അരിക്കുത്താണ്. ഫാസിരമാമിൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് പെരുമണ്ണയിലേക്കാട്ടോ. അങ്ങനെ നിങ്ങളതിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, തനൂസിൻ്റെ കല്യാണ ഒരുക്കങ്ങൾ, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്, വാടകയ്ക്ക് റെൻ്റൽ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതൊക്കെ. അങ്ങനെ എല്ലാവരും അവിടെ എത്തി മാറ്റത്തെ തിരക്കിലാട്ടോ. നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാട്ടോ എല്ലാവരും ഒന്ന് ഒത്തുചേരണം കേട്ടോ. കാരണം എല്ലാവരും സ്കൂൾ തിരക്കായിട്ടും വർക്കിന് പോകുന്ന ആൾക്കാരായിട്ടും എല്ലാവരും കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോളാട്ടോ. അപ്പോൾ ഇത് ഒരു കഥയാണ് കേട്ടോ. ഇതിൻ്റെ പിന്നിൽ മഫ്സുദി മുഫ്സാനി എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളാട്ടോ. അവരുടെ വീട് വരുന്ന നടുവട്ടാണ് എൻ്റെ വീടിന് തൊട്ടടുത്ത്. നമ്മൾ സ്കൂളിൽ പോകുന്നതും വരുന്നതൊക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഫ്സുദിൻ്റെ കല്യാണത്തിന് എന്നെ ഫാസിന് മാമി സാലുക്കാക്കൻ്റെ അമ്മക്കും ഞമ്മക്കും കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. കല്യാണത്തിൻ്റെ ശനിയാഴ്ച ആയതുകൊണ്ട് അവർ കണ്ട കുട്ടീനെ മാറിപ്പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ 2 കൊല്ലത്തിന് ശേഷം വീണ്ടും വേറൊരു കല്യാണം ബ്രോക്കർ മുഖേന നമുക്ക് ഈ കല്യാണം സെറ്റായിട്ടു. അങ്ങനെ ഞാൻ സാലുക്കാക്കനെ തന്നെ കല്യാണം കഴിച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാലല്ലേ, പഠിച്ചോൻ വിചാരിച്ച തലവര മായ്ച്ചാൽ മാറൂല എന്നുള്ളത് അങ്ങനെ ഫാസില മാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നേന്ന്. അപ്പോൾ നമ്മളിതാ എല്ലാവരും മാറ്റി പിടിച്ചിട്ട് ഇതാ നമ്മൾ പോവാട്ടോ. നമുക്ക് പറ്റിയൊരു വീട് വേണമല്ലേ, അരിക്കുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ പഴയ ആംബിയൻസിലുള്ളൊരു വീട്. അങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്ന സിനാനാട്ടോ. ഇതാണ് മണവാട്ടിയുടെ ഒരേ ഒരു ആങ്ങളാട്ടോ. ഫാസിൽ മാമിക്ക് ഒരു ആണും ഒരു പെണ്ണും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കറക്റ്റ്. ഇതാ നല്ലൊരു വീട്, പഴയ വീട് കേട്ടോ. ഇത് സനൂസിൻ്റെ ഫ്രണ്ടിൻ്റെ വല്യമ്മൻ്റെ വീടാണ്, തറവാട് വീടാണ്. അപ്പോൾ ഇനിയുള്ളത് നമ്മൾ മഴ ചതിക്കുമെന്നുള്ളത്, നല്ല മഴക്കാറും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഈ പരിപാടികൾ കൊണ്ട് തന്നെ എനിക്ക് നല്ല ജലദോഷവും ചുമയൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസമല്ലേ, കരകരപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഓരോരോ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ടാകുമ്പോൾ നമ്മൾ കല്യാണം കളറാക്കാൻ വേണ്ടി ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ഒപ്പന പഠിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ കുറേ കാലത്തിന് ശേഷമായിട്ട് കാച്ചിങ് കുപ്പായിടുന്നത്. ഞാൻ ലാസ്റ്റായിട്ട് കാച്ചിങ് കുപ്പായിടുന്നത് +2 പഠിക്കുമ്പോഴാണ്. ഞാൻ പണ്ടൊക്കെ എല്ലാ പരിപാടിയിലും ചേർന്നിട്ട് വീട്ടിൽ വന്ന് കരയുന്ന ഒരാളാട്ടോ. എല്ലാത്തിനും വാശിയും അങ്ങനെയുള്ള ആളാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.